ഇപ്പോൾ നമ്മുടെ അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി ശ്യാംജി നമ്മളോടൊപ്പം ഉണ്ട്. എവിടെ വരെ എത്തിയിട്ടുണ്ട്? ഇവിടെ എപ്പോൾ എത്തുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഞങ്ങളിവിടെ 9:30 എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്തും, ഏറെക്കുറെ എത്തും. ഇനിയിപ്പോൾ നമ്മുടെ ഇടയ്ക്കുള്ള 2 കേന്ദ്രങ്ങൾ റദ്ദ് ചെയ്തു. അപ്പോൾ അത്രയും പ്രയാസം കുറയും. നേരത്തെ വന്നതിനേക്കാൾ കുറച്ചുകൂടെ സ്പീഡിലാണ് വരുന്നത്. ക്രൗഡായിട്ട് വരുന്ന ആളുകൾ വരുന്നുണ്ടെങ്കിലും വണ്ടി നിർത്തുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നിരിക്കുന്ന നിർദ്ദേശം 11 മണിക്ക് ഇവിടുന്ന് എടുക്കണമെന്നാണ്. 11 മണിക്ക് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും കാണിച്ചിട്ട് 11 മണിക്ക് ഇവിടുന്ന് പുറപ്പെടണം എന്ന നിർദ്ദേശമാണ് തന്നിട്ടുള്ളത്. അതിന് DC 11 മണിക്ക് എത്തും എന്നാണ്. DC-യിൽ 11:30 എത്തും. 11:30 DC-യിൽ അപ്പോൾ അങ്ങനെ അതാണ് ക്രമീകരണം. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. പലരും ഭക്ഷണമൊന്നും കഴിക്കാതെ ഒക്കെ എത്തിയിട്ടുള്ളതാണ്. പല ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ആളുകൾക്ക്. നമുക്ക് ഇത്രയും ആളുകൾ വരുമെന്ന് നമുക്കറിയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, ഇവിടെ പ്രത്യേകിച്ച് ലോഡ്ജോ ഹോട്ടൽസോ ഒന്നും ഉള്ള പ്രദേശമല്ല. നമ്മുടെ കയ്യിലുള്ള സംവിധാനം അനുസരിച്ചുള്ള പാർട്ടി ഓഫീസുകളും അതുപോലെ തന്നെ നമ്മുടെ ഓഡിറ്റോറിയങ്ങൾ, ഇവിടെയുള്ള ഓഡിറ്റോറിയങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത് ഇന്നലെ തന്നെ കൊടുത്തു. അത്യാവശ്യം ആളുകൾ പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിൽ ഭക്ഷണമുള്ള കടകളൊന്നും വെള്ളവും ചായ അത്യാവശ്യ സാധനങ്ങൾ നമ്മളിവിടെ വിതരണം ചെയ്തു. ഭക്ഷണം കഴിക്കാവുന്ന കടകൾ കുറച്ചുണ്ട്. ആ കടകളൊന്നും അടയ്ക്കേണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അവർ ആദരസൂചകമായി ഞങ്ങൾ അടയ്ക്കുകയാണെന്ന് പറഞ്ഞിട്ട് അത് അടയ്ക്കേണ്ടതില്ല. കാര്യം പല ജില്ലകളിൽ നിന്ന് വരുന്നതും കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നതും ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകളെല്ലാം ഇവിടെ ഉണ്ട്. അവർക്കെല്ലാം VS-നെ കാണുക എന്നുള്ള അദമ്യമായ ആഗ്രഹത്തിൻ്റെ പേരിലാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അതനുസരിച്ച് ഇവിടെ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളൊന്നുമില്ല. എങ്കിലും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മുതൽ ഏകദേശം ആലപ്പുഴ ടൗൺ വരെയുള്ള മിക്കവാറും ലോഡ്ജുകൾ നമ്മൾ തന്നെ ബുക്ക് ചെയ്ത് കൊടുത്തു. കിലോമീറ്ററുകൾ ദൂരത്തുള്ള ലോഡ്ജുകളെല്ലാം, മെഡിക്കൽ കോളേജിൻ്റെ ചുറ്റുമുള്ള മുഴുവൻ ലോഡ്ജുകൾ നമ്മൾ ബുക്ക് ചെയ്ത് കൊടുത്തു. റൂമുകൾ എല്ലാം ബുക്ക് ചെയ്ത് കൊടുത്തു. എങ്കിലും താമസിക്കാതെ വന്ന് കണ്ടിട്ട് സമയത്ത് വ്യത്യാസം വന്നപ്പോഴാണ് മുഴുവൻ തെറ്റിയത്. ഇത്ര മണിക്ക് ഇവിടെ എത്തുമല്ലോ എന്ന് കരുതിയാൽ പിന്നെ ഇവിടെ വന്ന് കണ്ടിട്ട് നേരെ വണ്ടി കയറി അങ്ങ് പോകാമല്ലോ. ഹാൾട്ട് ചെയ്യണമെന്ന് കരുതി. ഇവരെല്ലാവരും പറയുന്നത് ഇവർ സംസ്കാരം കഴിഞ്ഞ ശേഷം മടങ്ങുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ചുകൂടെ പ്രയാസമാകും. ആലപ്പുഴ പട്ടണത്തിലേക്ക് കടന്നാൽ പിന്നെ കുറച്ചുകൂടെ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ പോകും. ഇവിടുന്ന് അങ്ങ് പട്ടണത്തിലേക്ക് മാറിയാൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. അതാണ് DC-യിൽ ക്രമീകരണങ്ങളൊക്കെ. എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള എല്ലാ സ്ഥലത്തെയും ക്രമീകരണങ്ങൾ നടന്നു. ഇവിടെ ഇപ്പോൾ ആദ്യം 10 മിനിറ്റ് VS-ന്റെ കുടുംബത്തെ കാണിക്കണം. അതിപ്പോൾ കൊണ്ടുവന്ന് പുറത്തല്ലേ, വീടിനകത്തേക്കാണ്. അപ്പോൾ അവിടുന്ന് തന്നെ വാഹനത്തിൽ നിന്ന് എടുത്ത് ഭൗതിക ശരീരം മാത്രം എടുക്കുകയാണ്. എടുത്ത് വീടിനകത്ത് വെച്ച് വീടിനകത്തൊരു ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വെച്ച് 10 മിനിറ്റ് കാണിക്കും. 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് VS-ൻ്റെ ഭൗതിക ശരീരം പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം ആ ഡോറ് ക്ലോസ് ചെയ്യും. പിന്നെ ഈ VS-നോടൊപ്പം വരുന്ന നേതാക്കളെല്ലാം അവിടെ ബാക്കിൽ കസേരയിട്ട് അവരെല്ലാം അവിടെ തന്നെ ഇരിക്കും. പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇവിടേക്കും വരുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ തിരുവമ്പാടിയിൽ നിന്ന് ഇങ്ങോട്ടാണ് വലിയ വിലാപ യാത്രയായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള. അവിടെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വെച്ചതിന് ശേഷം വിലാപയാത്ര എന്ന് പറഞ്ഞു, അത് റദ്ദ് ചെയ്തിട്ടുണ്ടല്ലേ? ഇല്ല, റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വെച്ചതിന് ശേഷം നേരെ വലിയകുളം വഴി തിരുവമ്പാടി വരും. അവിടെയും വിലാപയാത്രയാണ് വരുന്നത്. തിരുവമ്പാടിയിൽ നിന്ന് മുഴുവൻ വാഹനങ്ങൾ വഹിക്കും. വാഹനങ്ങളില്ലാത്ത യാത്രയാണ്. പിന്നെ നടന്ന് VS-നെ വഹിച്ചുകൊണ്ടുള്ള വാഹനവും പിന്നെ 1/2 കിലോമീറ്റർ ഉണ്ടല്ലോ വലിയ ചുടുകാട്. ആ 1/2 കിലോമീറ്റർ സമയത്തേക്ക് എല്ലാ നേതാക്കളും 10,000-കണക്കിന് ആളുകളും നടക്കുകയാണ്. ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് നേരത്തെ ഉള്ള നിർദ്ദേശപ്രകാരം പറഞ്ഞത് വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, പാർട്ടി ഓഫീസിലേക്ക് വീണ്ടും കൊണ്ടുവരും. അല്ല, റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് നേരെ വലിയകുളം വഴി തിരുവമ്പാടി ജംഗ്ഷന് വരും. തിരുവമ്പാടി ജംഗ്ഷനിൽ നിന്ന് വലിയ ചുടുകാട്ടിലേക്ക് കാൽനടയായ പാർട്ടി ഓഫീസിലൊക്കെ കയറ്റുന്നില്ല. രണ്ടാമത് കയറ്റുന്നില്ല. ഇപ്പോൾ പോകുന്ന പോക്ക് മാത്രമേ ഉള്ളൂ.
അതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് പൊതുദർശനം അവസാനിപ്പിച്ചെത്തുന്ന ഭൗതിക ശരീരം പിന്നീട് തിരുവമ്പാടി, അതായത് കൃഷ്ണപിള്ള സ്മാരക മന്ദിരമാണ് CPM DC ഓഫീസ്, കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിനടുത്തേക്ക് കൊണ്ടുവരും. പക്ഷേ രണ്ടാമത് കൊണ്ടുവരുമ്പോൾ പാർട്ടി ഓഫീസിൽ കയറ്റില്ല, മറിച്ച് അവിടെ വെച്ച് അവിടെയുള്ള ആളുകളെത്തി വാഹനങ്ങൾ മുഴുവൻ യാത്രയിൽ നിന്ന് ഒഴിവാക്കും. മറിച്ച് ബാക്കിയുള്ള പാർട്ടി നേതാക്കന്മാർ അടക്കമുള്ള ആളുകൾ നടന്ന് ആണ് വലിയ ചുടുകാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ അനുഗമിച്ചുകൊണ്ട് വരും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ വലിയ ഒരു ആൾക്കൂട്ടം എന്തായാലും ഈ ഭൗതിക ശരീരം കൊണ്ടുവരുന്ന തിരുവമ്പാടിയിൽ നിന്നും ഈ പറഞ്ഞ വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പാർട്ടി നേതാക്കന്മാർ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു വിലാപയാത്രയായി ആയിരിക്കും, നടന്നായിരിക്കും, മുഴുവൻ പേരും നടന്നായിരിക്കും വലിയ ചുടുകാട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരുമ്പോൾ വെച്ചിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങളാണ്. ബന്ധുക്കളൊക്കെ തന്നെ VSൻ്റെ വീടിനകത്ത് അവർ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ ഇപ്പോൾ വീടിനകത്ത് 10 മിനിറ്റ് വെക്കും എന്നുള്ളതാണ്. വീടിനകത്തുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ, സഹോദരങ്ങൾ ഒക്കെ സഹോദരങ്ങളുടെ മക്കളൊക്കെയാണ് ഇവിടെ അകത്ത് കാണുക. 10 മിനിറ്റ് മാത്രമാണ് കുടുംബത്തിന് വേണ്ടി സമയം അനുവദിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നീട് പുറത്തേക്ക് ഇറക്കും. നമ്മൾ പലരും ബന്ധുക്കളൊക്കെ തന്നെ വലിയ വിഷമത്തോടെയാണ്. പക്ഷെ അവർ കൂടുതൽ സമയം വേണമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. ഇന്നലെ രാത്രി 9 മണിക്ക് കൊണ്ടുവരുമെന്ന് കരുതിയതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. ജനങ്ങളുടെ ഇടയിൽ തന്നെ ജനനായകൻ ഇപ്പോഴും അവരുടെ ആദരവ് ഏറ്റുവാങ്ങി ഇപ്പോഴും നിൽക്കുകയാണെന്നുള്ളതാണ്. മറിച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ ഇതാണ് ഈ കാണുന്ന ആൾക്കൂട്ടമാണ് VSനെ കാത്ത് വലിയ നിരയായി, നീണ്ട നിരയായി VSനെ കാത്ത് പുറത്തുണ്ട്. മഴ ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. 10 മിനിറ്റ് മാത്രം വീട്ടുകാർക്ക് അനുവദിച്ചുകൊണ്ട് പിന്നെ വീണ്ടും ജനങ്ങൾക്ക് തന്നെ ജനങ്ങളോടൊപ്പം VSനെ വിട്ടു നൽകുക എന്നുള്ളതാണ്. എന്നും അങ്ങനെയായിരുന്നു ആ വീട്ടുകാരും. അവരുടെ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് മറിച്ച് VSൻ്റെ പൊതുജീവിതത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ സമയം മുഴുവൻ ഒഴിച്ചു നൽകിയിട്ടുള്ള കുടുംബമാണ്. നമുക്ക് VSൻ്റെ അടുത്ത ബന്ധുക്കളൊക്കെ പലരെയും നമുക്കറിയാം. ഈ പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ കുടുംബത്തിന് ഉണ്ടാകുന്ന സഹായ സഹകരണങ്ങളൊന്നും തന്നെ ആ രീതിയിലൊന്നും VS ഒരിക്കലും വ്യക്തിപരമായി തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അത്തരം ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് എല്ലാ കാലത്തും ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുക എന്നുള്ള ഒരു നിലപാട് കൈക്കൊണ്ടിട്ടുള്ള ആളാണ്. വളരെ കാർക്കശ്യമായിരുന്നു അക്കാര്യത്തിലൊക്കെ തന്നെ എന്നുള്ളതാണ് നമുക്ക് അടുത്ത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതും. എന്തായാലും ഈ ഒരു കാത്തിരിപ്പ് ഇവിടെ തുടരുകയാണ്. കുടീരങ്ങളെ സ്മരണകളിലും രഥസ്മാരകങ്ങൾ